കാലവർഷക്കെടുതിയെ നേരിടാൻ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി പൊന്നാനി താലൂക്ക് തല ദുരന്ത നിവാരണ സമിതി താലൂക്ക് തല ദുരന്ത നിവാരണ യോഗം ചേർന്നു. കാലവർഷക്കെടുതിയെ നേരിടാൻ നടത്തേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനാണ് അടിയന്തര ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നത്. ദുരന്ത സാധ്യതയുള്ള മേഖലകൾ, ദേശീയപാതയോരത്തെ വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന നടത്താൻ തീരുമാനമായി. മെയ് 30-ന് മുമ്പ് വിവിധ വകുപ്പുകൾ ദുരന്ത നിവാരണ മാർഗരേഖ പ്രകാരമുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കണം. അറിയാൻ കഴിയും. ഇപ്പോൾ ഇറങ്ങുന്ന സ്ഥലം വരെ അറിയാത്ത സ്ഥിതിയാകും ആൾക്കാരുണ്ട്. ഇപ്പോൾ വ്യക്തമായ സൈൻ ബോർഡുകളും സ്ഥലത്തിൻ്റെ ട്രാഫിക് സിഗ്നലും വ്യക്തമായി വെക്കണം. അതുപോലെ തന്നെ ഈ നരിപ്പറമ്പ് നിന്ന് ബേക്കറി ജംഗ്ഷൻ വരെയുള്ള റോഡ് വളരെ പരിതാപകരമാണ്. ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. മഴയായ എല്ലാ റോഡ് വണ്ടികളും അതിനെ പോകുന്നത്. വിടുമ്പോൾ സ്വാഭാവിക നീർച്ചാലുകൾ അടയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും റവന്യൂ അധികൃതരെടുത്ത് വിളിച്ചു പറയുക എന്നല്ലാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല. ലോഡ് കണക്കിന് ചെമ്മണ്ണുകളാണ് വയലുകളിൽ വന്ന് അടിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവണതയാണ് റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ഖേദകരം എന്ന് പറയട്ടെ, ലോകത്ത് നോക്കി എനിക്ക് പറയേണ്ടത്. കാരണം 10 സെന്റും 20 സെന്റും 5 സെന്റും ഒരു 1.5 ഏക്കർ ഒരു വയൽ ഒന്നിച്ചിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ മേടിച്ച് 5 സെന്റും 10 സെന്റും ഡിവൈഡ് ചെയ്ത് ചേടി മണ്ണ് ലോഡ് കണക്കിന് വന്ന് വയലുകൾ നികത്തപ്പെടുകയാണ്. മെയ് 15-നകം തദ്ദേശ സ്ഥാപന തലത്തിലും പ്രാദേശിക അവലോകന യോഗങ്ങൾ ചേരും. മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും മറ്റ് അടിയന്തര ഇടപെടലുകൾ നടത്താനും താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കും. ഓടകളുടെ ശുചീകരണം, കടലാക്രമണം പ്രതിരോധിക്കുന്നതിന് കടൽഭിത്തി നിർമ്മാണം, റോഡിലെ കുഴികൾ നികത്തൽ, വാഹനങ്ങളുടെ ഫിറ്റ്നസ് എന്നിവ പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ JCB, ഹിറ്റാച്ച്, ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിന് ജോയിന്റ് RTOക്ക് നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിന് തഹസിൽദാറെ ചുമതലപ്പെടുത്തി. വെള്ളക്കെട്ട്, അപകട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മരങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. NCV ന്യൂസ്, പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.